എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എവിടുന്ന് പറഞ്ഞു തുടങ്ങണമെന്നോ, എന്ത് പറയണമെന്നോ, എവിടെ പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നോ എനിക്കറിയില്ല. മറ്റ് വീഡിയോസിലൊക്കെ നമ്മൾ ആ കാര്യം തയ്യാറാക്കി വെക്കാറുണ്ട്. ഈ വീഡിയോയിൽ അത് സാധിക്കാത്തതിൻ്റെ കാര്യം എന്തെന്നാൽ, ഇവിടെ ഒരു മനുഷ്യൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പുണ്ട്. 24 പേജുള്ള ഒരു ലെറ്ററാണ്. അതോടൊപ്പം തന്നെ 3 പേജുള്ള മറ്റൊരു ലെറ്ററുണ്ട്. അത് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് അയച്ചിട്ടുള്ള ലെറ്ററാണ്. കൂടാതെ മരണകാരണം, അതായത് താൻ ആത്മഹത്യ ചെയ്യാനുള്ളൊരു കാരണം വെളിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഏകദേശം 1.5 മണിക്കൂറുള്ള ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. ആ കത്തിന്റെ ഓരോ പേജ് വായിച്ചു വരുംതോറും, ആ വീഡിയോയുടെ ഓരോ മിനിറ്റ് കണ്ടുവരുംതോറും ഞാൻ അത്രത്തോളം ഒരു ഇമോഷണൽ അവസ്ഥയിലേക്ക് പോകുന്നൊരു കാര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലാത്തത്. ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലെന്ന് ആഗ്രഹിച്ചൊരു കാര്യം. അതായത് നിങ്ങൾ എന്നെ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അറിയാം, ഞാൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഒരു കണ്ടന്റാണ് ഇവിടെ ആണുങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രധാനമായിട്ടും ആണുങ്ങൾ നേരിടുന്ന വ്യാജ പീഡന പരാതികൾ. ഒരുപാട് സ്ത്രീകൾ ഒരുപാട് ആണുങ്ങൾക്കെതിരെ വ്യാജ പീഡന പരാതികൾ കൊടുത്ത് അവൻ്റെ ജീവിതം തൊലച്ചു കളഞ്ഞിട്ടുള്ള, അവനെ കൊലയ്ക്ക് കൊടുത്തിട്ടുള്ള, ആത്മഹത്യ ചെയ്യാൻ വരെ കാരണമായിട്ടുള്ള ഒരുപാട് അനേകം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. വ്യാജ പീഡന പരാതികൾ ഒരാളിനെ കൊല്ലുക മാത്രമല്ല ചെയ്യുന്നത്, അവൻ്റെ കുടുംബമാണ് തകർക്കുന്നത്, അവൻ്റെ കുടുംബ ബന്ധം ശിഥിലമാവും, അവനെ എത്രത്തോളം സുഹൃത്തുക്കളെ പിന്നീട് അടുപ്പിക്കും, സമൂഹം അവനെ നോക്കി കല്ലെറിയും, അവൻ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവനാവും, നമ്മൾ വഴിയിൽ കാണാറുണ്ട് പുഴുത്തു നാറുന്ന പട്ടിയെ കല്ലെറിഞ്ഞ് ഓടിക്കുന്ന പോലെ അല്ലേ, അതുപോലെ തള്ളപ്പെട്ടിട്ടുള്ള ജീവിതങ്ങൾ വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്ന സംഭവങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. വ്യാജ പീഡന പരാതികൾ എന്ന് പറയുന്ന അത്രത്തോളം ഗൗരവമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് വരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സംഭവം ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. എത്രയോ വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചിരിക്കുന്നു. 20 വർഷത്തോളം വ്യാജ പീഡന പരാതിയിൽ ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തികളുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുള്ള വ്യക്തികൾ, കുടുംബവും ബന്ധങ്ങളും എല്ലാം തൊലഞ്ഞു പോയിട്ടുള്ള വ്യക്തികൾ. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാം, ഈ വ്യാജ പീഡന പരാതി കൊടുക്കുന്നവർക്ക് കാര്യമായിട്ട് ശിക്ഷയില്ല. അപൂർവമായിട്ടാണ് ഇവർക്ക് ശിക്ഷകൾ കിട്ടുന്നത് എന്നുള്ളതാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഒരുത്തന്റെ ജീവിതം തൊലയ്ക്കാൻ പാകത്തിന് വ്യാജ കേസ് കൊടുത്തിട്ട് അത് ചിലപ്പോൾ ചില അപൂർവങ്ങളിൽ ശിക്ഷ കിട്ടിയിട്ടുണ്ട്, ഓക്കെ. ബാക്കി ഭൂരിഭാഗം കേസുകളിലും ഇവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവിടുന്ന് സുഖമായിട്ട് ഇറങ്ങിപ്പോരാൻ പറ്റുന്ന അത്രയും വൃത്തികെട്ട ഒരു ജുഡീഷ്യൽ സിസ്റ്റം ഉള്ള രാജ്യമാണെന്ന് ഞാൻ പച്ചയ്ക്ക് പറഞ്ഞോട്ടെ. പിന്നെ പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നീ ആണുങ്ങൾ നേരിടുന്ന പ്രശ്നത്തെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട് സംസാരിക്കുന്നത്? സ്ത്രീകളും പ്രശ്നങ്ങൾ നേരിടുന്നില്ല, അതിനെപ്പറ്റി നീ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു കണ്ടന്റ് ആക്കി, ഒരു പ്ലേലിസ്റ്റ് ആക്കി എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നല്ലേ? തീർച്ചയായിട്ടും ഇത് ചോദിക്കുന്ന ന്യായമായിട്ടുള്ള ചോദ്യമാണ്. സ്ത്രീകളും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല എന്ന്. ഞാൻ ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചിട്ടില്ലേ? ഇതുപോലെ തന്നെ സ്ത്രീകൾ ഡൊമസ്റ്റിക് അബ്യൂസിന് ഇരയായിട്ടുള്ളത്, വയലന്റ് ആയിട്ടുള്ള അറ്റാക്കിന് ഇരയായിട്ടുള്ളത്, എല്ലാത്തരം ഇവിടെ നടക്കുന്ന എന്താ പറയുക കുപ്രസിദ്ധമായിട്ടുള്ള കേസുകൾ നമ്മൾ സംസാരിച്ച് തന്നെയാണ് പോയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വളരെ ദാരുണമായിട്ടുള്ളൊരു അവസ്ഥ എന്താണെന്നറിയാവോ? ആണുങ്ങൾ നേരിടുന്ന പ്രശ്നത്തെ പറ്റി സംസാരിക്കുമ്പോൾ വ്യാജ പീഡന പരാതി കൊടുത്ത് ഈവൻ കോടതി ശിക്ഷിച്ച ഒരു സ്ത്രീയുടെ കേസിനെ പറ്റി ആയിരിക്കും ഞാൻ സംസാരിച്ചത് അല്ലേ? ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്ന, ഇൻബോക്സിൽ വന്ന് മെസ്സേജ് അയക്കുന്ന കുറേ ആൺവർഗ്ഗങ്ങൾ തന്നെയുണ്ട്. നീ എന്തിനാണ് സ്ത്രീകളെ പറ്റി ഇങ്ങനെ വീഡിയോ ഇടുന്നത്? അത് അത്രത്തോളം സിംപിങ് ആയിട്ടുള്ള സമൂഹം ആൺവർഗത്തെ തന്നെ ചവിട്ടിത്താത്തുന്ന, ആണുങ്ങളുടെ ഇമോഷണലും അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്കും മെന്റൽ ക്രൈസിസിനും അത്രത്തോളം വില കൊടുക്കാത്ത ആൺവർഗവും ജന്മങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്ന വ്യക്തികളും ഇവിടെയുണ്ട്. ഇതുപോലെ മെസ്സേജ് അയച്ച ഒരുത്തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ കാണാൻ പറ്റിയിട്ടുള്ള കാഴ്ച എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേച്ചി പെണ്ണെ തീയാകുക, നിന്റെ ചുമന്ന ദിനങ്ങൾ എനിക്ക് തരുമോ, നീ പൂത്തലയുമ്പോൾ എനിക്ക് കാണാൻ രസമാണെന്നൊക്കെ പറഞ്ഞുള്ള ടൈപ്പ് ഓഫ് കണ്ടന്റ്. അപ്പോൾ ഇങ്ങനെയുള്ള സിംബിങ് ചെയ്യുന്ന സിമ്പായിട്ടുള്ള ഒരു ആൺ സമൂഹം ഇവിടെ വളർന്നു വരുന്നു എന്നുള്ളത് ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആണുങ്ങൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. കാരണം അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതായത് ആണുങ്ങൾ ഇന്ന പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട് എന്ന് പറയുമ്പോൾ മറ്റ് ആ ഒരു സിമ്പായിട്ടുള്ള ആണുങ്ങൾ പറയുന്നത് എന്താണ്? ആണുങ്ങൾ അത്രത്തോളം പ്രിവിലേജ്ഡ് ആണ്, ഇവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും നേരിടുന്നില്ല, ഇവർക്ക് ബുദ്ധിമുട്ടുമില്ല, വ്യാജ പീഡന പരാതികൾ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, മറ്റേത് കേസ് പോലെയും ഒക്കെയാണ് എന്നൊക്കെയാണ്. അല്ല, വ്യാജ പീഡന പരാതികൾ നിങ്ങളുടെ കുടുംബം ശിഥിലമാക്കും, നിങ്ങളുടെ സൗഹൃദവും ഒക്കെ തകർത്ത് നിങ്ങളെ നമ്മളൊരു പേപ്പട്ടി വന്നു കഴിഞ്ഞാൽ പേപ്പട്ടി വന്നാൽ കല്ലെറിഞ്ഞ് ഓടിക്കാറുണ്ടല്ലോ, അതുപോലെ ഓടിച്ചിട്ടുള്ള എത്ര അവസ്ഥകളുണ്ട്. അവസാനം ഒരു കയറ് തൂങ്ങി മരിച്ച അവസ്ഥകളുണ്ട്. അത് കഴിയുമ്പോഴായിരിക്കും സത്യം പുറത്തു വരുന്നത്. എത്രത്തോളം സുപ്രധാനമായിട്ടുള്ള കേസുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് ഇവിടെ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല എന്നറിയാം, കാരണം നമ്മുടെ രാജ്യം അങ്ങനെ ആയിപ്പോയല്ലേ. പക്ഷേ ഞാൻ പറഞ്ഞുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കൂടുതൽ പേർക്ക് ഇതിനെപ്പറ്റി അവബോധം ഉണ്ടായി. അവരൊക്കെ പലരും ഈ ഒരു ആണുങ്ങൾ നേരിടുന്ന പ്രശ്നത്തെ പറ്റിയിട്ടും മെൻ റൈറ്റ്സിനെ പറ്റിയിട്ടും മെൻ ടു എന്ന് പറയുന്ന ക്യാമ്പയിൻ അടക്കം കൊണ്ടുപോകുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. ആ സമൂഹം മാറി ചിന്തിക്കാൻ തുടങ്ങി. സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതുപോലെ ആണുങ്ങളും പ്രശ്നം നേരിടുന്നുണ്ട്. അവർ അത്രത്തോളം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അവർ വ്യാജ പീഡന പരാതികൾ അത്രത്തോളം നേരിടുന്നു. അവരുടെ കുടുംബം തകരുന്നു, അവർ ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് പലരും ഇതേ ഗ്രൂപ്പ് തന്നെ നിസ്സാരവൽക്കരിച്ച് കളയുന്ന ആ ഒരു പ്രശ്നത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഇതിൽ ഒരിക്കലും എവിടെയും നമ്മൾ സ്ത്രീകൾ എന്ന് പറയുന്ന വ്യക്തികൾ പ്രശ്നങ്ങൾ നേരിടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്, ഇല്ല. പക്ഷെ അങ്ങനെയും വളച്ചൊടിക്കുന്ന ചില ആണുങ്ങളടക്കം ഈ
സമൂഹത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ച. ഇനി നമുക്ക് അതുൽ സുഭാഷിന്റെ വിഷയത്തിലേക്ക് വരാം. 34 വയസ്സുള്ള ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്കിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പോസ്റ്റ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഒരു ഡെവലപ്പർ, ആ ഒരു AI ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന അത്രത്തോളം സ്മാർട്ടായിട്ടുള്ള, അത്രത്തോളം ടോപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു AI ടെക്നോളജിയിൽ എന്നുള്ളതാണ്. അത്രത്തോളം സാലറീഡ് ആയിട്ടുള്ള ശമ്പളം കിട്ടുന്ന ഒരു പോസ്റ്റുമായിരുന്നു, ഉയർന്ന പോസ്റ്റിലുള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് പ്രയത്നിച്ച് അത് IT മേഖലയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. സർട്ടിഫിക്കറ്റ് അല്ല മാറ്റേഴ്സ്, ബട്ട് യുവർ സ്കിൽസ്. നമുക്ക് സ്കിൽസ് ഉണ്ടെങ്കിൽ വളരെ ഉയർന്ന പോസ്റ്റിലേക്ക് പെട്ടെന്ന് കയറി പോകാൻ സാധിക്കുമല്ലോ. അങ്ങനെ കയറി ഈ ഒരു പോസ്റ്റിൽ എത്തിയിട്ടുള്ള അത്രത്തോളം ഇന്റലിജന്റ് ആയിട്ടുള്ള, ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അതുൽ സുഭാഷ്. ഈ ഡിസംബർ 9 ബാംഗ്ലൂരിലെ മറാത്തഹള്ളിയിലുള്ള അദ്ദേഹം താമസിക്കുന്ന ഡെൽഫിയം റെസിഡൻസിയിലെ റൂമിൽ അദ്ദേഹത്തെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മേത്തൊരു A4 പേപ്പറിൽ അദ്ദേഹം ക്ലിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എഴുതിയിട്ടുള്ളത് ജസ്റ്റിസ് ഈസ് ഡ്യൂ, നീതി ലഭിക്കാനുണ്ട് എന്നുള്ളതായിരുന്നു. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ആത്മഹത്യ ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടത്? കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ, കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലൊക്കെ ഒരുപാട് ആത്മഹത്യകൾ നടക്കാറുണ്ട്. ഇനി ആത്മഹത്യകളുടെ കണക്ക് പറയുവാണെങ്കിൽ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് സിംഹഭാഗവും ആണുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്. കാരണം അവർ അത്രത്തോളം പ്രശ്നങ്ങളാണ് നേരിടുന്നത്. അപ്പോൾ അതിൽ തന്നെ മാരേജ് പ്രോബ്ലംസ്, മാരീഡ് ആയിട്ടുള്ള വ്യക്തികൾ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്ന കണക്കുകളും ഒക്കെ വളരെ വലുതാണ്. എല്ലാത്തരം ഡാറ്റകളും നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഒക്കെ കണക്കുകൾ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. ഇനി കേരളത്തിലാണെങ്കിൽ മൊത്തത്തിലുള്ള ആത്മഹത്യാ നിരക്ക് വളരെ വലുതാണ്. ദേശീയ ശരാശരിയേക്കാൾ 2 ഇരട്ടിയാണ് കേരളത്തെ ആത്മഹത്യാ നിരക്കുകൾ. അപ്പോൾ ആത്മഹത്യാ പ്രവണത എന്ന് ഒരിക്കലും നിങ്ങൾക്ക് തോന്നരുത്. അങ്ങനെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സഹായം തേടുക. സർക്കാരിൻ്റെ സംവിധാനങ്ങളുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹായം തേടുക, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലൊക്കെ തേടുക. ഒന്നുമില്ലെങ്കിൽ 100 എന്ന നമ്പറിലേക്ക് വിളിച്ച് പോലീസിൻ്റെയെങ്കിലും സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ട് അതുൽ സുഭാഷിൻ്റെ ആത്മഹത്യ ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടു? അത് ചർച്ച ചെയ്യപ്പെട്ടത് ഏത് ലെവലിലേക്കാണ് നോക്കുകയാണെങ്കിൽ, ബാംഗ്ലൂരാണല്ലോ ഈ ആത്മഹത്യ നടക്കുന്നത്. കേവലം ബാംഗ്ലൂരിലല്ല ഒതുങ്ങിയത്, ഇന്ത്യയിലല്ല ഒതുങ്ങിയത്, ഇന്റർനാഷണലി വരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറി. അതിന്റെ കാരണം എന്തെന്നാൽ, ആത്മഹത്യ ചെയ്യുന്ന മുമ്പ് അദ്ദേഹം 24 പേജുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പും അതുപോലെ തന്നെ 3 പേജുള്ള ഒരു കുറിപ്പ്, അത് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് എഴുതിയിട്ടുള്ള ഒരു കുറിപ്പും അതോടൊപ്പം ഏകദേശം 1.5 മണിക്കൂറോളം ഉള്ള ഒരു വീഡിയോയും ഓൺലൈനായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഈ കത്തെല്ലാം തന്നെ ലോയേഴ്സിനും NGOസിനും ബന്ധപ്പെട്ടവർക്കും ഒക്കെ തന്നെ കത്തുകൾ ഇമെയിലായിട്ട് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആ കത്തിലും ആ വീഡിയോയിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ഞെട്ടിക്കുന്ന കാര്യങ്ങൾ മൂലമാണ് ഇത് ചർച്ച ചെയ്യപ്പെട്ടത്. ഇതിൻ്റെ അടിസ്ഥാന കാതലായിട്ടുള്ള കാര്യം പുതിയതായിട്ട് വന്നതല്ല, അത്രത്തോളം ഒരുപാട് വർഷങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്ത്യൻ ജുഡീഷ്യറിയോ നമ്മുടെ രാഷ്ട്രീയക്കാരോ നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ള വ്യക്തികളുണ്ടല്ലോ, ഒരു MLAസും MPസും ആരും തന്നെ തിരിഞ്ഞു നോക്കാത്ത ഒരു വിഷയമാണ് എന്ന് കൂടി ഓർമ്മിപ്പിച്ചോട്ടെ. അല്ലാതെ പുതിയതായിട്ട് പൊട്ടിമുളച്ച് വന്ന വിഷയമല്ല. എന്താണ് അതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലുള്ള വ്യാജ കേസുകളാണ്. വ്യാജ പീഡന പരാതി, വ്യാജ കൊലപാതക പരാതി. ഒന്ന് ആലോചിച്ച് നോക്കുക. പീഡന പരാതി മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ തലയിലുണ്ടായിരുന്നത്, വ്യാജ കൊലപാതക പരാതി അടക്കം ഉണ്ടായിരുന്നു. ഈ പരാതികളെല്ലാം കൊടുത്തത് ആരാന്നറിയാവോ? ഇദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള നികിത സിംഘാനിയായിരുന്നു. അതുലും നികിതയും രണ്ടുപേരും ഉത്തർപ്രദേശ് സ്വദേശികളാണ്. അതിൽ IT-യിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. അങ്ങനെ എന്തായാലും 2019 കല്യാണാലോചന വന്ന് ഇവർ കല്യാണം കഴിക്കുകയാണ്. കല്യാണത്തിന് ശേഷം നികിതയ്ക്ക് ഉയർന്നൊരു IT കമ്പനിയിൽ, വലിയൊരു IT കമ്പനിയിൽ ഉയർന്ന ഉദ്യോഗം ഒക്കെ അതിൽ മേടിച്ചു കൊടുക്കുന്നുണ്ട്. 2020 ആയപ്പോഴേക്കും ഇവർക്ക് ഒരു കുട്ടിയായി. 2021 ആയപ്പോഴേക്കും പ്രശ്നങ്ങൾ രൂക്ഷമായി. ഇവർ ഡൈവോഴ്സ് ആകുന്നുണ്ടല്ലേ. എന്താണ് അതിൽ ഈ വ്യക്തികളെ പറ്റി പറഞ്ഞിട്ടുള്ളത്? ഭാര്യയും ഭാര്യയുടെ അമ്മയും കുടുംബത്തെ പറ്റിയിട്ടൊക്കെ ആ ലെറ്ററിലും വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരിക്കലും അതിൻ്റെ ഇമോഷണലി അത് നിങ്ങളോട് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുന്നൊന്നുമല്ല. അത്രത്തോളം ക്രൂരതകളാണ് ഈ പെണ്ണ് നികിത, സ്വന്തം ഭാര്യ, ഇയാളോട് ചെയ്തിട്ടുള്ളത്. 9 വ്യാജ പരാതികളാണ് അതുലിനെതിരെ ഭാര്യ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. 6 കീഴ്ക്കോടതിയിലും 3 ഹൈക്കോടതിയിലുമാണ്. ഇത് ബാംഗ്ലൂർ കോടതിയിലാണോ കേസുള്ളത്? അല്ല, ഉത്തർപ്രദേശിലെ കോടതിയിലാണ് കേസ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പറയുന്നുണ്ട്, എനിക്ക് കുറഞ്ഞ കാലയളവിനുള്ളിൽ 40 വട്ടമാണ് ബാംഗ്ലൂരിൽ നിന്ന് അങ്ങോട്ട് കേസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോടതി വിളിക്കുമ്പോൾ പോകേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ ഈ പെണ്ണ് കൊടുത്തിട്ടുള്ളത് എന്തൊക്കെ കേസെന്നറിയാവോ? വ്യാജപീഡന പരാതി ഉണ്ടാകുമെന്ന് എന്തായാലും അറിയാലോ അല്ലേ. അത് മാത്രമാണോ? അല്ല, വ്യാജ കൊലപാതക പരാതി വരെയാണ് ഈ പെണ്ണ് ഇദ്ദേഹത്തിനെതിരെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആരെ കൊന്നു? ഈ പെണ്ണിന്റെ അച്ഛൻ, അതായത് അതുലിന്റെ അമ്മായി അച്ഛൻ നാച്ചുറലി ഒരു അസുഖം വന്ന് മരിക്കുകയാണല്ലേ. അപ്പോൾ നികിത എന്ത് ചെയ്തെന്നറിയാവോ? ഇത് നമുക്ക് കൊലപാതകമാക്കാം, എൻ്റെ അച്ഛനെ കൊന്നത് നീയാണെന്ന് പറഞ്ഞിട്ട് കൊലപാതക കേസായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതുപോലെ വ്യാജ പരാതികൾ കൊടുക്കുന്ന സ്ത്രീകൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. എന്നിട്ട് അത് മെഡിക്കൽ റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ അത് കോടതിയിൽ നിലനിൽക്കില്ല എന്ന് കണ്ട് ആ കേസ് പിൻവലിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീധനം കിട്ടാൻ വേണ്ടി ദ്രോഹിച്ചു, അൺനാച്ചുറൽ ആയിട്ടുള്ള സെക്സ് ചെയ്തു, അതുപോലെ ഫിസിക്കൽ അബ്യൂസ്, ഡൊമസ്റ്റിക് വയലൻസ്, പിന്നെ ഇതെല്ലാം പെട്ടെന്ന് മൂവ് ചെയ്യിക്കാനുള്ള മറ്റ് കേസുകൾ, അങ്ങനെ മൊത്തത്തിൽ 9 കേസുകളാണ് ഫയൽ ചെയ്തത്. ആ ഒരു
ആത്മഹത്യക്കുറിപ്പുണ്ടല്ലോ, അതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെയും കേസിൻ്റെ നമ്പർ അടക്കം അതിൻ്റെ അകത്ത് വിവരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ കേസ് ഇന്റർനാഷണലി വരെ ചർച്ച ചെയ്യപ്പെട്ടു. അതിൻ്റെ കാരണം എന്തെന്നാണ്, അതിൽ ഈ പോസ്റ്റ് ട്വിറ്ററിൽ എക്സിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് എലോൺ മസ്കിനെയും ഡൊണാൾഡ് ട്രംപിനെയും ഒക്കെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു, മെൻഷൻ ചെയ്തുകൊണ്ടായിരുന്നു. കാരണം ആണുങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത്രത്തോളം രൂക്ഷമാണ്. ഇവിടെ സൊസൈറ്റി, ജുഡീഷ്യറി, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് എന്താണ്, ഇവിടുത്തെ നിയമത്തിലാണ്, കോടതിയിലാണല്ലേ. അതായത് രാഷ്ട്രീയക്കാർക്കൊക്കെ പക്ഷാപാതങ്ങളുണ്ടാവും, മറ്റേ അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷേ കോടതി എല്ലാവരും തുല്യമായിട്ട് കാണുമെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടല്ലോ, അതുപോലും തനിക്ക് കിട്ടിയില്ല എന്നാണ് അതിൽ പറയുന്നത്. അതായത് ഈ ഒരു ജൗൻപൂർ എന്ന് പറയുന്ന അവിടുത്തെ കോടതി ഉണ്ടല്ലോ, അതൊരു ഫാമിലി കോടതിയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ വനിതാ ജഡ്ജി ഉണ്ടല്ലോ, അത്രത്തോളം പുച്ഛമായിരുന്നു അതിൻ്റെ നേരെ തുപ്പിയിട്ടുണ്ടായിരുന്നത്. അത്രയും വൃത്തികെട്ട വർത്തമാനമായിരുന്നു അവരവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 40 വട്ടത്തോളം അതിൽ അവിടെ കയറി ഇറങ്ങേണ്ടി വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു സമയത്ത് അതിൽ ചോദിക്കുകയാണ്, ഇവിടെ എനിക്ക് ജീവിച്ചിട്ട് എന്തിനാണ്, ഇങ്ങനെയുള്ള ഞങ്ങൾ ആണുങ്ങൾ ഇത്രയും ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അത്രത്തോളം ഞാൻ മാനസികമായിട്ട് സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തെ ഭാര്യയുണ്ട്, ഭാര്യയ്ക്ക് വളരെ കുറച്ച് സിറ്റിംഗ് മാത്രം മതി, അതാണ് ഇവരുടെ പ്രിവിലേജ്. ആണുങ്ങൾ വേണം കോടതി കയറി ഇറങ്ങി ഇങ്ങനെ ഓടി നടക്കാൻ ഒരാൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ. ഇവർക്ക് വല്ല അപൂർവങ്ങളിൽ അപൂർവമായിട്ട് വന്നാൽ മതി, അവരുടെ വക്കീൽ ഹാജരായിക്കോളും. അങ്ങനെ ഒരു സമയത്ത് ഈ പെണ്ണുള്ളപ്പോൾ അതിൽ പറഞ്ഞു, ഇങ്ങനെ കോടതി പറഞ്ഞപ്പോൾ, അപ്പോൾ അവളെ കോടതി എന്ന് പറയുകയാണ്, നിങ്ങൾ പോയി ചാകുക, നിങ്ങളൊക്കെ ചാകുന്നതല്ലെന്ന് പറയുകയാണ്. ജഡ്ജി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഒന്നും ഉണ്ടായിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ജഡ്ജി ചിരിക്കുകയാണ് അവിടെ കിടന്നിട്ട്. അത് കേട്ട് ജഡ്ജി ചോദിച്ചത്, സോ വാട്ട്, ഷീ ഈസ് യുവർ വൈഫ് ആൻഡ് ദിസ് ഈസ് കോമൺ. ഈ ഇത്രത്തോളം വ്യാജ പീഡന പരാതികൾ കൊടുത്ത് ഈ അതുലിനെ ഇത്രത്തോളം പെടുത്തി എല്ലാം നശിപ്പിച്ച് അവൻ്റെ കുടുംബവും തൊലച്ച് അവൻ അത്രത്തോളം മാനസിക സംഘർഷത്തിലാക്കി, അത്രത്തോളം ദ്രോഹിച്ച് ഒക്കെ കോടതിയിൽ കാര്യം പറയുമ്പോൾ സോ വാട്ട്, ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് നടക്കുന്നതാണ്, അവൾ നിങ്ങളുടെ ഭാര്യയല്ലായിരുന്നോ എന്നാണ് കോടതി ചോദിക്കുന്നത്. എന്നിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവിടുത്തെ വനിതാ ജഡ്ജി ചോദിച്ചു 5 ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചു, അതുലിനോട് 5 ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചു ഈ കേസൊക്കെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട്. ഇനി മറ്റൊരു സംഭവം പറയുന്നുണ്ട്, അതാണ് ഏറ്റവും പ്രശ്നം. ഈ പെണ്ണുണ്ടല്ലോ 3 കോടി രൂപയാണ് അലിമണി ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് കല്യാണം വേർപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഒരു തുക കൊടുക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടല്ലോ അല്ലേ, അതിൻ്റെ എന്തോരം കേസുകളുണ്ട്. അതായത് ഭാര്യയുടെ ദ്രോഹത്തെ തുടർന്ന് ഒരുപക്ഷെ ഭാര്യയ്ക്ക് മറ്റവിഹിത ബന്ധങ്ങൾ ഉണ്ടാകാം, അത്രത്തോളം ക്രൂരതകൾ സഹിക്കാൻ പറ്റാത്ത ഡൈവോഴ്സ് ആയ ശേഷവും ഭർത്താവ് കഷ്ടിച്ച് പൈസ ഒക്കെ ഇട്ട് ജീവിക്കുമ്പോൾ ആ പൈസ വരെ ഊറ്റിയെടുക്കുന്ന ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ ഒരുപാട് കേസുകൾ വാർത്തയും നാഷണൽ മീഡിയസിലടക്കം വാർത്തയായിട്ട് വന്നിട്ടുള്ളതെന്നാണ്. നമ്മൾ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒന്നാണ് ഈ അലിമണിയിലെ പ്രശ്നങ്ങളും എന്നുള്ളത്. എന്തായാലും 3 കോടി രൂപയാണ് ഈ ഒരു അതുലിനോട് ആ പെണ്ണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അതില് ഈ പെണ്ണിന്റെ സഹോദരന് നല്ലൊരു ജോലി മേടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പെണ്ണ് കൊടുത്തിട്ടുള്ള ഒരു കേസ് എന്താണെന്ന് അറിയാമോ, 2 ലക്ഷം കുട്ടിക്ക് മെയിൻ്റനൻസ് തന്നെ, അതായത് ഈ നോക്കാൻ വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ മാസം തരണമെന്നും പറഞ്ഞായിരുന്നു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോടതിയിൽ അത് കേസ് വന്ന് വാദിച്ച് 40,000 രൂപ കുട്ടിക്ക് വേണ്ടി 40,000 രൂപ കൊടുക്കണം ഉത്തരവായി. ആകെ ഒരു മനുഷ്യൻ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി ആത്മഹത്യ ചെയ്ത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസത്തെ പ്ലാൻ ചെക്ക് ലിസ്റ്റ് ആയിട്ട് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മരിക്കുന്നതിന് മുമ്പുള്ള 3-ാം ദിവസം, മരിക്കുന്നതിന് മുമ്പുള്ള ദിവസം ആൻഡ് എക്സിക്യൂഷൻ ഡേ, മരിക്കുന്ന ദിവസം എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസം എന്തൊക്കെ ചെയ്യണം. 1-ാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ ജോലികളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക, അദ്ദേഹത്തിന്റെ പൊസിഷനൊക്കെ കൃത്യമായിട്ട് അദ്ദേഹത്തെ അതുവരെ ഏൽപ്പിച്ചിട്ടുള്ള ജോലികളൊക്കെ വൃത്തിയാക്കുക. 2-ാമത്തെ ദിവസം എല്ലാ ലെറ്ററുകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അയക്കുക, കാർ എവിടെയാണെന്ന് സഹോദരനെ അറിയിക്കുക, തൻ്റെ സ്വത്തുക്കളും ഒക്കെ വകമാറ്റി. അങ്ങനെ 3-ാമത്തെ ദിവസം അദ്ദേഹം സൂയിസൈഡ് ചെയ്തു. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും വാർത്തകളും ആ സൂയിസൈഡ് നോട്ടിലുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ അത്രത്തോളം ഒരു മനുഷ്യൻ മാനസിക സംഘർഷം അനുഭവിച്ച് ഇത്രത്തോളം ലെറ്റർ എഴുതി ഇത്രത്തോളം വീഡിയോ ഇട്ട് മരിക്കണമെങ്കിൽ എത്രത്തോളം വലിയൊരു സമ്മർദ്ദത്തിലൂടെ ആയിരിക്കും, മാനസിക സംഘർഷത്തിലൂടെ ആയിരിക്കും അദ്ദേഹം കടന്നു പോയിട്ടുണ്ടാകുക. ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് ഈ വിഷയത്തെപ്പറ്റി കൂടുതൽ ഇങ്ങനെ സംസാരിച്ച് പോകാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഭാര്യ അമ്മായിയമ്മയും, ഈ അമ്മായിയമ്മയ്ക്ക് എന്ത് വിഷമാന്ന് ഓർക്കണം. അതായത് അതിന് പറയുന്നുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ആരുമില്ല. അപ്പോൾ അമ്മായിയമ്മ പറഞ്ഞത്, നീ മരിച്ച് കുറച്ചാൾ കഴിയുമ്പോൾ അതിൻ്റെ വേദനയിൽ നിൻ്റെ അച്ഛനും അമ്മയും മരിച്ചോളൂ, നീയൊക്കെ പോയി മരിക്കുന്നത് തന്നെ നല്ലതെന്നാണ് അമ്മായിയമ്മ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി ആ ലെറ്ററിൽ തൻ്റെ മകന് വേണ്ടിയിട്ടുള്ളൊരു ഭാഗം കൂടെയുണ്ട്. മകനാണുള്ളത് അല്ലേ. ഈ സമൂഹത്തെ ആരെയും വിശ്വസിക്കരുത്, ഇവിടുത്തെ ലോ സിസ്റ്റം ഒക്കെ അത്രത്തോളം പ്രശ്നം കറപ്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. എനിക്ക് ദുഃഖമുണ്ട്, ഞാൻ ജീവിച്ചിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ ഒരു ടൂളാക്കിക്കൊണ്ട്, അതായത് കുട്ടിയെ കാണിച്ച് കുട്ടിക്ക് വേണ്ടി ചെലവിന് തന്നെ എന്ന് പറഞ്ഞിട്ട് ചെലവിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ കേസ് കൊടുത്തിട്ടില്ല, അതുപോലെ നിന്നെ ഒരു ടൂളാക്കി മാറ്റും. എനിക്കതൊന്നും കണ്ടു നിൽക്കാൻ താല്പര്യമില്ല. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, എനിക്ക് നീതി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല, ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാലും നീതി കിട്ടുമെന്ന് ഉറപ്പില്ല. നീതി കിട്ടുവാണെങ്കിൽ മാത്രം എൻ്റെ ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കുക. നീതി കിട്ടിയില്ലെങ്കിൽ എൻ്റെ ചിതാഭസ്മം ആ കോർട്ടുണ്ടല്ലോ, ഉത്തർപ്രദേശിലെ കോടതി ഉണ്ടല്ലോ, അതിൻ്റെ പുറത്തെ കാണയിൽ ഒഴുക്കുക. എന്തായാലും ഇതിൻ്റെ ഒരു തീർപ്പുണ്ടാക്കിയിട്ട് മാത്രമേ എൻ്റെ അസ്ഥി നിബഞ്ജനം ചെയ്യാവുള്ളൂ. ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. നീതി കിട്ടിയാൽ ഗംഗയിൽ, ഇല്ലെങ്കിൽ കാണയിൽ എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം എത്രത്തോളം ഇമോഷണലിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഞാനത് ഒറ്റ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചപ്പോൾ, എൻ്റെ പേരൻസ് ജീവിച്ചിരിക്കുവാണെങ്കിൽ കൂടുതൽ ഹരാസ്മെൻറ്റിന് അവർ ഒരു പക്ഷേ വിധേയമായേക്കാം, ഞാനില്ലല്ലോ അല്ലേ. ഇപ്പം ബുദ്ധിമുട്ടുന്നുണ്ട്, ഞാൻ മരിക്കുവാണെങ്കിൽ തന്നെ അവരെ നോക്കാൻ ആരുമില്ല. അപ്പോൾ കൂടുതൽ ഹരാസ്മെൻറ്റ്സ് ആൻഡ് എക്സ്റ്റോർഷൻ കണ്ടിന്യൂസ്.
അത് തുടരുകയാണെങ്കിൽ അവരെ ദയാവധം ചെയ്തു തരും, അവരെയും കൂടെ അങ്ങോട്ട് കൊന്നു കളഞ്ഞു തരും. ഞാൻ ചത്തു, ഇനി അവരെയും കൂടെ നിങ്ങൾ കൊല്ലും, ദയാവധം ചെയ്യും പറയേണ്ട അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എത്രത്തോളം ഭീകരമാണ്, എത്രത്തോളം ഭീകരമാണ്. ഞാൻ ജീവിച്ചിരിപ്പില്ല. എൻ്റെ അച്ഛനമ്മമാർക്ക് കൂടുതലായിട്ട് ഹരാസ്മെൻറ്റും എക്സ്റ്റോർഷനും പൈസ ഊറ്റലും ഒക്കെ തുടർന്ന് കഴിഞ്ഞാൽ, അവരും ബുദ്ധിമുട്ട് നേരിട്ടാൽ, അവരും പീഡനങ്ങൾ നേരിടുവാണെങ്കിൽ അവരെ ദയാവധം ചെയ്ത് അങ്ങോട്ട് ഇല്ലായ്മ ചെയ്തു തരുന്ന ഒരു മകൻ തന്നെ പറയുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അദ്ദേഹം കടന്നുപോയ മാനസികാവസ്ഥ. എനിക്ക് 3 ഓപ്ഷൻസ് മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളത്. ഒന്നാമത്തത് കൈക്കൂലി കൊടുക്കുക ജഡ്ജിനും, അതുപോലെ തന്നെ ഈ പെണ്ണിനും. ജഡ്ജി ചോദിച്ചത് വനിതാ ജഡ്ജിയാണ്. അവർ ചോദിച്ച 5 ലക്ഷം. ഒരു ജഡ്ജിയൊക്കെ കൈക്കൂലി ചോദിക്കുന്ന സംഭവങ്ങൾ നമ്മൾ എത്ര കേട്ടിട്ടുണ്ട്. എത്രത്തോളം വൃത്തികെട്ടൊരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ കൈക്കൂലി കൊടുക്കുക, ഈ ഒരു പെണ്ണിന്, അത് മുൻ ഭാര്യയ്ക്ക് പൈസ കൊടുത്ത് അത് പൈസയുടെ പരിപാടിയിൽ സെറ്റിലാക്കി തീർക്കുക. രണ്ടാമത്തത് നിയമപരമായിട്ട് പോരാടുക. പക്ഷേ നിയമപരമായിട്ട് പോരാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇത്രത്തോളം പോരാടിയിട്ട് ഞാൻ തോറ്റു പോവുകയാണ്. എനിക്കറിയില്ല എത്രത്തോളം പോകുമെന്ന്. ഞാൻ 40 വട്ടം പോയി, ഞാൻ ടയർഡായി, എൻ്റെ കയ്യിൽ പൈസ പോകുന്നു, ഞാൻ മാനസികമായിട്ട് എത്രത്തോളം ബുദ്ധിമുട്ട്. എനിക്കറിയില്ല നിയമപരമായിട്ട് ഒരു ആണിന് പോരാടി ജയിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അതൊരു ഓപ്ഷനില്ല. മൂന്നാമത്തത് സൂയിസൈഡാണ്. അതായത് സൂയിസൈഡ് ചെയ്യുക മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ. ഞാൻ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ തന്നെ കേസിന് പോകേണ്ടത് കോടതി ഓടുന്ന ആരുടെ പൈസയിലാണ്, ഞാൻ ടാക്സ് കൊടുക്കുന്ന പൈസയിലാണ്. ആ പെണ്ണ് കേസ് നടത്തുന്ന ആരുടെ പൈസയിലാണ്, ഞാൻ 40,000 വെച്ച് അവൾക്ക് മാസം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പൈസയിലാണ് കേസ് ഓടുന്നത്. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ മൂന്നാമത്തെ, ആത്മഹത്യ ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു തീരുമാനമായിരുന്നു അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷങ്ങൾ അദ്ദേഹം ആ ഒരു ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നുണ്ട്. കുറേ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, ഇതുമായി ബന്ധപ്പെട്ട് കേസുകൾ നടക്കുമല്ലോ, ഈ കേസുകൾ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യണം. ഇപ്പോൾ US കോടതിയിലേക്ക് സിസ്റ്റം കണ്ടിട്ടില്ല, ജോണി ഡെപ്പ് കേസൊക്കെ ലൈവായിട്ട് ടെലികാസ്റ്റിംഗ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യണം. ഇതാണ് എൻ്റെ മൊഴി, ഇത് തെളിവുകളായിട്ട് സ്വീകരിക്കണം. ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നത് വഴി സ്ത്രീകൾ എങ്ങനെയാണ് പുരുഷന്മാർക്കെതിരെ നിയമം ദുരുപയോഗം ചെയ്യുന്നത് എന്നൊക്കെ അവർ ബോധവാന്മാരാകണം. തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. 12 പോയിന്റ് ഉണ്ട്. അതായത് ആ പയ്യന്റെ കസ്റ്റഡി ഉണ്ട്, മകന്റെ കസ്റ്റഡി എൻ്റെ അച്ഛനമ്മമാർക്കും കൊടുക്കണം, കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ഈ ഗംഗയിൽ അസ്ഥി നിബഞ്ജനത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ഡോണ്ട് ലെറ്റ് മൈ വൈഫ് ഓർ ഹെർ ഫാമിലി കം നിയർ മൈ ഡെഡ് ബോഡി. അതായത് ഭാര്യയുടെ ബന്ധുക്കളോ എൻ്റെ ശവശരീരത്തിന്റെ അടുത്ത് പോലും വരാൻ സമ്മതിക്കരുത്. ഇതിന്റെ കൺക്ലൂഷൻ ആയിട്ട് പറയാനുള്ളത്, ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അതിൽ പറഞ്ഞിട്ടുള്ളതിൽ 1.5 മണിക്കൂറിന്റെ വീഡിയോ ഉണ്ട്, 24 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് ഉണ്ട്, അതുപോലെ പ്രസിഡന്റിനെ അഭിസംബോധന ചെയ്തുള്ള 3 ലെറ്റർ ഉണ്ടല്ലോ. അതിൻ്റെ അകത്ത് 1-2 പോയിന്റുകൾ മാത്രമാണ് എനിക്ക് പറയാൻ സാധിക്കും. ഞാൻ പറഞ്ഞു, തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് പറയണം, എവിടെ പറഞ്ഞു തുടങ്ങണം, എന്ത് പറയണം, എവിടെ പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ ആണുങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വീഡിയോയിൽ എല്ലാം പറയുന്ന കാര്യമാണ്, നിയമങ്ങൾ മാറണം, അല്ലാതെ ഒരു രക്ഷയില്ല. ഗൈനോസെൻട്രിക് ആയിട്ടുള്ള, സ്ത്രീപക്ഷമായിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നതിൻ്റെ പരിധികൾ വളരെ വളരെ കൂടുകയാണ്. ഇവിടെ ആണുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം, നിലനിന്നോട്ടെ. പക്ഷെ ഒന്നാലോചിച്ച് നോക്ക്, വ്യാജ കൊലക്കേസ് കൊടുത്തിട്ടുള്ള ഈ നികിതയെ എന്ത് ശിക്ഷയാണ് കിട്ടിയത്? അവൾക്ക് എന്ത് ശിക്ഷയാണ് ഇവിടെ കിട്ടിയത്? നികിതയുടെ അച്ഛൻ മരിച്ചു, അത് കൊന്നത് എൻ്റെ മുൻ ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് വ്യാജ കൊലപാതക പരാതിയാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അവൾ അത് പിടിക്കപ്പെടും, അല്ലെങ്കിൽ അത് നിലനിൽക്കില്ല എന്ന് കണ്ടപ്പോൾ നൈസായിട്ട് പിൻവലിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. എന്താണ് ഇവിടെ നടക്കുന്നത്? വ്യാജ പീഡന പരാതി കൊടുത്തിട്ട് 500 രൂപ പെറ്റിയടിച്ച് കൊടുക്കുന്ന, 1000 രൂപ പെറ്റിയടിച്ച് കൊടുക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെറുതെ വിടുന്നു. അപൂർവം ചില കേസുകളിൽ മാത്രമാണ്. ഇപ്പോൾ ഒരു കേസിൽ വിധി ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഈ ആണ് വ്യാജ പീഡന പരാതിയെ തുടർന്ന് എത്ര ദിവസമാണ് ജയിലിൽ കിടന്നത്, അത്രയും ദിവസം തന്നെ ഈ പെണ്ണ് ജയിലിൽ കിടക്കണം എന്നൊക്കെ പറയുന്ന വിധി ഉണ്ടായിട്ടുണ്ട്, അപൂർവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ മാറ്റങ്ങൾ വരട്ടെ. ഇത് ശക്തമായിട്ടുള്ള ഒരു നിയമ സംവിധാനം ഇതിനുണ്ടാകണം. ഇത് കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ എടുത്തുകൊണ്ട് കോടതി വിധിക്കുന്നതാണ്. പക്ഷേ ഇതൊരു നിയമത്തിൽ ഈ കാര്യങ്ങളൊന്നും ഗൗരവമായിട്ട് വരുന്നില്ല. ഗൈനോസെൻട്രിക് ആയിട്ടുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് ഒരുപാട് സ്ത്രീകൾ ഇന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എത്ര വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒരു പെണ്ണ് 8-9 സ്റ്റേഷനിലായിട്ട്, വിവിധ സ്റ്റേഷനിലായിട്ട് 8-9 ആണുങ്ങൾക്കെതിരെ വ്യാജപീഡന പരാതി കൊടുക്കുകയാണ്. എന്നിട്ട് വിളിക്കും, നിനക്കെതിരെ വ്യാജപീഡന പരാതി കൊടുത്തിട്ടുണ്ട്, ആ കേസ് പിൻവലിക്കണമെങ്കിൽ 10 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് എക്സ്റ്റോർട്ട് ചെയ്യുന്ന എന്തോരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. ചിലപ്പോൾ കല്യാണം കഴിച്ചുള്ള വ്യക്തിയായിരിക്കും. എന്നിട്ട് പിടിക്കപ്പെട്ടു, നാട്ടുകാർ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഉടനെ അവന്റെ തലയിൽ വ്യാജപീഡന പരാതി കെട്ടിക്കൊടുക്കുക, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള വ്യാജപീഡന പരാതി കൊടുക്കുക. ഇങ്ങനെ 100 കണക്കിന് കേസുകൾ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. ഇതോടൊപ്പം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞോട്ടെ, സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കേസുകൾ നിലനിൽപ്പുണ്ട്. അതിനെ ലഘൂകരിച്ച് കാണുക അല്ല നമ്മൾ വേണ്ടത്. അവർക്കും നീതി കിട്ടണം. പക്ഷേ ഇങ്ങനെ ആണുങ്ങൾക്ക് നേരെ വ്യാജ പീഡന പരാതികൾ സ്ത്രീകൾ ഉന്നയിക്കുമ്പോൾ അതുമൂലം സംഭവിക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥ ഇരകൾക്ക് നീതി ലഭിക്കാൻ വൈകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം അതായത് ഞാൻ സോഷ്യൽ മീഡിയ മാറിയൊരു ട്രെൻഡ് ശ്രദ്ധിച്ചിട്ടുണ്ട്. പണ്ട് ഏതെങ്കിലും ഒരു ആണിനെ പറ്റിയിട്ട് ഒരു പീഡന പരാതിയായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് വരുമ്പോഴേക്കും അവനെ ഫുള്ള് തെറി പറയുന്ന ഒരു കമന്റ് ബോക്സിൽ നിന്നും തെളിവെവിടെ എന്ന് ചോദിക്കുന്ന ഒരു പോസ്റ്റ്. അതാണ് നിയമപരമായിട്ടുള്ള ചോദ്യമല്ലേ? അവനെ കോടതി ശിക്ഷിക്കട്ടെ. ഒന്നെങ്കിൽ ചിലപ്പോൾ, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നൊരു കാര്യമാണ്, ഒന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ, ജനങ്ങളുടെ കൺമുമ്പിൽ തെളിവുകൾ ഉണ്ടാവും. അവനെ കൈയോടെ പിടിക്കപ്പെട്ടിട്ടുള്ളതാകാം. ആ ഒരു പീഡന സ്പോട്ടിൽ നിന്ന് അവൻ ഉപദ്രവിച്ചപ്പോൾ കൈയോടെ നാട്ടുകാർ പിടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവൻ്റെ കോൾ റെക്കോർഡ്, വീഡിയോ റെക്കോർഡ്, CCTV ഫൂട്ടേജ് ഉണ്ടാകാം. അല്ലെങ്കിൽ
എന്തെങ്കിലുമൊക്കെ തെളിവുകൾ പൊതുസമൂഹത്തിന്റെ മുമ്പിലുള്ളപ്പോൾ നമുക്ക് ഓക്കെ മനസ്സിലാക്കാം ഇവൻ കുറ്റം ചെയ്തിട്ടുണ്ട്, അവൻ പ്രശ്നക്കാരനാണെന്ന് മനസ്സിലാക്കാം അല്ലേ. അല്ലാത്ത പക്ഷം അത് കോടതി തെളിയിക്കട്ടെ. കോടതി തെളിയിച്ച് കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നത് വരെ അവൻ എന്തിനു കല്ലെറിയാൻ നിൽക്കണം? ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ കൺമുമ്പിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു അവൻ ചെയ്തു, അവൻ മോശക്കാരനാണ്. അല്ലാത്ത പക്ഷം കോടതി തീരുമാനിച്ച് വിധിക്കട്ടെ. നമ്മൾ എടുക്കേണ്ട സ്റ്റാൻഡ് എന്താണ്? അപ്പോൾ അവൻ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷത്തിൽ തെളിവുകളില്ല. എന്തെങ്കിലും CCTV ഫുട്ടേജോ കോൾ റെക്കോർഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള എവിഡൻസ് ഉണ്ട്? പറയുന്നവർ ചോദിക്കുക എന്തെങ്കിലും തരത്തിലുള്ള എവിഡൻസ് ഉണ്ടോ അവനെ ബ്ലെയിം ചെയ്യാനായിട്ട്? ഇല്ലെന്ന് പറഞ്ഞാൽ പറയുക, അത് കോടതി തീരുമാനിക്കുക. അതുവരെ പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്ന ഒരു പരിഗണന കൊടുക്കുക. പ്രൂവൺ അൺടിൽ ഗിൽറ്റി, അതായത് കുറ്റക്കാരൻ തെളിയിക്കുന്നത് വരെ അവരെ ഇന്നസെന്റ് ആയിട്ട് കണ്ട് പരിഗണിക്കണം എന്ന് പറയുന്നത്. അതായത് വിചാരണകൾ, പബ്ലിക് ആയിട്ടുള്ള വിചാരണകളോ മാധ്യമ വിചാരണകളോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഇതാണ്. ഒരുപാട് സുപ്രീം കോടതി വിധികളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയെങ്കിലും നിങ്ങൾ പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായി ഇതെന്നെ ബാധിക്കുന്നതല്ല. നല്ല നിങ്ങളുടെ അച്ഛനോ സഹോദരനോ മകനോ ഒക്കെ തന്നെ അവർക്ക് നാളെ ഈ പ്രശ്നങ്ങൾ നേരിടുന്നില്ല എന്ന് ആര് കണ്ടു? നിങ്ങളിപ്പോൾ ഇതിനെപ്പറ്റി സീരിയസ് ആയിട്ട് കാണാത്തത് അല്ലെങ്കിൽ ചിരിച്ചു തള്ളിക്കളയുന്ന ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാണും ഇത് നേരിടാത്തതുകൊണ്ടായിരിക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങൾ അത്രത്തോളം വിലമതിക്കുന്ന അത്രത്തോളം പ്രിയപ്പെട്ട സുഹൃത്തുക്കളില്ലേ, അവർക്കൊക്കെ ഇത് വന്നൂടെ? അപ്പോൾ നിങ്ങൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആണുങ്ങൾ നേരിടുന്ന ഈ പ്രശ്നങ്ങളെ പറ്റിയിട്ടും മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ടും മെൻ്റൽ ഹെൽത്ത് ക്രൈസിസിനെ പറ്റിയിട്ടും വ്യാജ പീഡന പരാതികളൊക്കെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുക. അല്ലാണ്ട് ഇതിനൊരു സൊല്യൂഷൻ ഇല്ല. നിയമം മാറണം. അത്രയൊക്കെ തന്നെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പ്ലീസ് സൈനിങ് ഔട്ട്.